കണ്ണൂർ ചെങ്ങളായി റോഡിൽ വൻ ഗർത്തം. ചെങ്ങളായി ചുഴലി റോഡിൽ ഇന്നലെ വൈകിട്ടാണ് 1.5 മീറ്ററോളം ആഴത്തിൽ ഗർത്തം രൂപപ്പെട്ടത്. ജില്ലാ പഞ്ചായത്ത് റോഡിലാണ് ഗർത്തം രൂപപ്പെട്ടത്. സംഭവത്തിന് പിന്നാലെ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു. മിഥുൻ പിള്ള ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, വലിയ രീതിയിലുള്ള ഒരു ഗർത്തമാണ് ഈ റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത്. നിലവിലിപ്പോൾ ഗതാഗതം അവിടെ സ്തംഭിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ഗർത്തം രൂപപ്പെടാനിടയായ സാഹചര്യം എന്താണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അവിടെ അധികൃതരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടോ? രോഹിണി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ചുഴലി ചെങ്ങളായി റോഡിൽ തന്നെയാണ്. ആ റോഡിലാണ് ഇത്തരമൊരു വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. തുടക്കത്തിൽ ഒരു വലിയ ആഴം ഉണ്ടായിരുന്നില്ല ഇതിന് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. പിന്നീട് ഈ ഒരു ഗർത്തത്തിൻ്റെ ആഴം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള വലിയൊരു കമ്പ് തന്നെയാണ്. ആ കമ്പ് താഴേക്കിട്ട് നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഗർത്തത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതായത് ഈ കമ്പ് പൂർണ്ണമായും മുങ്ങുന്ന രീതിയിലേക്ക് തന്നെയാണ് ഈ ഒരു ഗർത്തത്തിൻ്റെ ആഴം ഈ ഒരു പ്രദേശത്തുള്ളത്. അത് കഴിഞ്ഞ ദിവസം പെയ്ത മഴ അതിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് ഒരു സോയിൽ പൈപ്പിംഗ് പ്രതിഭാസമാണ് എന്നുള്ള രീതിയിലുള്ളൊരു വിശദീകരണങ്ങൾ തന്നെയാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ജില്ലാ പഞ്ചായത്തിൻ്റെ റോഡ് കൂടിയാണ്. അപ്പോൾ നമ്മളൊപ്പം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ കൂടി ചെയ്യുന്നുണ്ട്. എന്താണ് ഇപ്പം ഈ ഒരു റോഡുമായി ബന്ധപ്പെട്ട് എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്? എങ്ങനെയാണ് ഈ ഗർത്തം ഇവിടെ ഉണ്ടായ ആളുകൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് KSEB ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ലൈൻ ശരിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുമ്പോഴാണ് ചെറിയൊരു കുഴി കണ്ടത്. അവരത് ടച്ച് ചെയ്ത് നോക്കുമ്പം കുറേ ഒരു വലുപ്പത്തിലാവുന്ന സാഹചര്യം ഉണ്ടായി. ഉടനെ തന്നെ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ജില്ലാ കളക്ടറെ ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജിയോളജിസ്റ്റ് ഉൾപ്പെടെ വന്ന് ആവശ്യമായിട്ടുള്ള പരിശോധന നടത്തി എന്താണ് ഇതിൻ്റെ ഗൗരവം എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആവശ്യമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ഏതായാലും ഉള്ളിലേക്ക് ഒരുപാട് മണ്ണ് ഊർന്നിറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഗതാഗതം പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടാണുള്ളത്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് റോഡാണ്. കരിവുള്ളൂർ കാവുമ്പായി റോഡിൻ്റെ ചെങ്ങളായി പഞ്ചായത്തിൽ വരുന്ന ചുഴലിയോട് ചേർന്നിട്ടുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ ഒരു ആശങ്ക ജനങ്ങളെ സംബന്ധിച്ചുണ്ട് ഈ ഒരു പ്രതിഭാസം സംബന്ധിച്ച്. എന്തായാലും ശാസ്ത്രീയമായിട്ടുള്ളൊരു പരിശോധന നടത്തി കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതുണ്ട്. ഇപ്പോൾ ഇത് ഉള്ളിലേക്ക് ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ പോലും ഇതിന് എത്രയാണ് ആഴമെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പം ഇത് എങ്ങോട്ടാണ് അതിൻ്റെ ഒരു പോയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അധികൃതർ ഇപ്പോൾ ഉടനെ എത്തും, എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? എന്തായാലും ഇന്ന് തന്നെ ഒരു പരിശോധന നടത്തും. ഇപ്പോൾ എന്തായാലും കാണാൻ പറ്റുന്ന ഒരുപാട് ഉള്ളിലേക്ക് ഈ റോഡിൻ്റെ എതിർവശത്തേക്ക് മണ്ണ് അടിയിലേക്ക് ഒരുപാട് ഇടിഞ്ഞു പോകുന്നതാണ് കണ്ടിട്ടുള്ളത്. മണ്ണ് മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇനിയും മണ്ണിന് ഉള്ളിലേക്ക് ആഴമുണ്ടെങ്കിൽ ഊർന്നിറങ്ങാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഈ പ്രദേശത്ത് ആളുകൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്നതും കൂടുതൽ അപകടം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഇത് സോയിൽ പൈപ്പിംഗ് പ്രതിഭാസമാണെന്നാണ് തഹസിൽദാർ അടക്കം ഇപ്പോൾ ഒരു വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എത്ര വ്യാപ്തി ഇതിനുണ്ട് എന്നുള്ളത് പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഈ ഒരു ഗർത്തത്തിൻ്റെ വ്യാപ്തി ഇനിയും വർദ്ധിക്കാനൊരു സാധ്യതയും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ പ്രശ്നം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ നന്നാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്? ഇല്ല, അതെല്ലാം പരിശോധന നടത്തേണ്ടി വരും. ജിയോളജിസ്റ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പരിശോധന നടത്തി എന്താണ് ഇതിൻ്റെ വ്യാപ്തി എത്തിരാൻ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എൻ്റെ തുടർ നടപടിയെ സംബന്ധിച്ച് എന്തെങ്കിലും ആലോചിക്കാൻ വേണ്ടി സാധിക്കൂ. അപ്പോൾ ഏതായാലും നമ്മൾ എഞ്ചിനീയറിംഗ് വിങ്ങും അതുപോലെ ജിയോളജിസ്റ്റുകളെല്ലാം വന്ന് പരിശോധന നടത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകളിവിടെ വന്നിട്ടുണ്ട്. എന്തായാലും പരിശോധന നടത്തി കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് എടുത്ത് തുടർ നടപടി സ്വീകരിക്കുന്നതാണ്. കാര്യങ്ങൾ വ്യക്തമാണ് രോഹിണി. ഇത് വലിയൊരു ഗർത്തമാണ്. ഇത് ആദ്യം കണ്ട സമയത്ത് ഏതാണ്ട് ഒരു 1.5 മീറ്റർ മാത്രമാണ് ഇതിൻ്റെ ഒരു ആഴം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആഴം വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ മഴ പെയ്തതോടുകൂടി വെള്ളം കൂടുതലായി ഇതിലേക്ക് ഒലിച്ചിറങ്ങി അതിന് പിന്നെയും ഗർത്തത്തിൻ്റെ ഒരു വ്യാപ്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സോയിൽ പൈപ്പിംഗ് രീതിയിൽ തന്നെ ഇവിടുന്ന് ക്രോസ് ആയിട്ട് അങ്ങോട്ട് വലിയ രീതിയിലൊരു ഗുഹ പോലെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഏതായാലും ജനങ്ങളോട് വലിയൊരു ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ പ്രദേശത്തു കൂടിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ആളുകൾ ഈ ഒരു പ്രദേശത്തേക്ക് കാഴ്ചകൾ കാണാൻ വേണ്ടി എത്തുന്നതിനും നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നൊരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കുന്നത്. അതിലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഉടൻ തന്നെ പൂർത്തിയാക്കി നടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. രോഹിണി, മിഥുൻ, അധികൃതർ ഇനി എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു ഗർത്തം തന്നെയാണ്. നമ്മളതിൻ്റെ ആഴം ഇപ്പോൾ കണ്ടതാണ്. ഇനി ഒരുപക്ഷേ ഈ റോഡിനുള്ളിലേക്ക് എത്രത്തോളം ഈ സോയിൽ പൈപ്പിംഗ് നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അധികൃതർ വന്നാലല്ലേ മനസ്സിലാകുകയുള്ളൂ. തുടർന്നായിരിക്കുമോ ഇതിൻ്റെ ഒരു ക്രമീകരണം അല്ലെങ്കിൽ ഈ റോഡൊന്ന് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്?
ഏത് ഭാഗത്തേക്കാണ് പോയതെന്നതിനെ സംബന്ധിച്ചൊരു അവ്യക്തതയുണ്ട്. അത് കൃത്യമായി ഇത് ഇവിടെ വന്ന് ഉദ്യോഗസ്ഥരടക്കം പരിശോധിച്ച് ചിലപ്പോൾ ഈ റോഡടക്കം പൊളിച്ച് പരിശോധിക്കേണ്ടി വരും. ഏത് ഭാഗത്തേക്കാണ് ഈ പൈപ്പിംഗ് പ്രതിഭാസം നടന്നിരിക്കുന്നത് എന്നുള്ളത് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇത് നന്നാക്കാൻ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇത് നമുക്ക് ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ തന്നെ വലിയ വ്യാപ്തിയിൽ ഒരു ഗുഹ പോലെ ഉള്ളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മാത്രമല്ല പൈപ്പിംഗ് പ്രതിഭാസം എന്നുള്ള രീതിയിൽ ക്രോസ് ആയിട്ട് വലിയൊരു ഗുഹ പോലെ അതിനുള്ളിൽ കാണുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യാപ്തി വളരെ ഭീകരമാണ്. ആളുകൾ വന്നാൽ ഇതിന് മുകളിലേക്ക് വലിയ രീതിയിൽ ഭാരം വന്നു കഴിഞ്ഞാൽ ഇത് വീണ്ടും തകരാനൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ ഈ ഒരു പ്രദേശത്ത് ചെറിയ രീതിയിൽ റോഡിങ്ങനെ വിണ്ട് കീറുന്നുമുണ്ട്. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയൊരു അപകടം ഉണ്ടാക്കാനുള്ള സാധ്യത തന്നെയാണ് തെളിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം ഇപ്പോൾ അധികാരികൾ നൽകിയിരിക്കുന്നത്. വളരെ ശ്രദ്ധ വേണം. ഇതുവഴിയുള്ള വാഹനങ്ങൾ പോകുന്നത് ഈ റോഡിന് കൂടുതൽ ഒരു ആഘാതം നൽകും. അങ്ങനെയാണെങ്കിൽ ഇത് ഈ ഗർത്തം വലുതാവാനുള്ള സാധ്യതയുണ്ട്, അപകടം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ജാഗരൂകരായിട്ട് വേണം ഇതുവഴി യാത്ര ചെയ്യാൻ. വാഹനങ്ങൾ ഇതുവഴി കൊണ്ടുപോകരുത് എന്നൊരു നിർദ്ദേശം തന്നെയാണ് അധികൃതർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഉടൻ തന്നെ ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് പരിശോധന നടത്തി ഇത് ഈ സോയിൽ പൈപ്പിംഗ് പ്രതിഭാസത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന പരിശോധന നടത്തും. അതിനുശേഷമായിരിക്കും റോഡിൻ്റെ അറ്റകുറ്റപ്പണി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒരു തീരുമാനമെടുക്കുക. ആരോഹണി. ശരി മിഥുൻ, ചെങ്ങളായി റോഡിലാണ് ഇത്തരത്തിൽ വലിയൊരു ഗർത്തം രൂപം കൊണ്ടത്. ചെങ്ങളായി ചുഴലി റോഡിൽ ഇന്നലെ വൈകിട്ടാണ് ഏകദേശം 1.5 മീറ്ററോളം ആഴത്തിൽ ഗർത്തം രൂപപ്പെട്ടത്. ഇപ്പോഴും അതിൻ്റെ വ്യാപ്തി എത്രത്തോളം എന്ന് നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉദ്യോഗസ്ഥർ വന്നതിന് ശേഷം മാത്രമേ ഇതിലൊരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഈ റോഡിൽ ഇപ്പോൾ നിലവിൽ ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.